എല്ലാവർക്കും അത് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ കൂട്ടുകൂടുമ്പോൾ കലാകാരൻ ഒന്നാണ്, കലാകാരി ഒന്നാണ്, ടെക്നീഷ്യൻസ് ഒന്നാണ്. ഇക്കാര്യത്തിൽ വളരെ ആർജവമായ തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് ഉണ്ടായേ മതിയാവൂ. കാരണം ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഈ വേഷവിധാനങ്ങളോടുകൂടി ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുള്ള സഹോദരി സഹോദരന്മാരാണ് ഈ എത്തിയിരിക്കുന്നത്. ആയതിനാൽ ഈ കേൾക്കുന്ന വ്യക്തികളും ഈ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഒരു കാലത്ത് പോലീസ് ഓഫീസർമാർ കലാകാരന്മാരായിരുന്നു. DSP ആയിരുന്ന KK മണിയും അതേപോലെ കുമ്മൻകോശിയൊക്കെ ഏറ്റവും വലിയ കലാകാരന്മാരായിരുന്നു. അതേപോലെ KSRTC അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ KSRTCയിലായിരുന്നു ഏറ്റവും കൂടുതൽ കലാകാരന്മാരുണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ ദാരിദ്ര്യമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കലാകാരികൾ കടന്നു പോകുന്നത്. രാജാവിന്റെയും രാജ്ഞിയുടെയും വേഷം കിട്ടിയിട്ട് അതാത് മാസം വാടക കൊടുക്കാനില്ലാതെ, ഇപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ 6 മാസം നമുക്കില്ല സീസൺ, വേറെ 3 മാസമാണ് നമ്മൾ കൃത്യമായിട്ടുള്ള സീസൺ. ആ 3 മാസത്തെ വരുമാനം കൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് വീട്ടുവാടക കൊടുക്കണം. 90% കലാകാരന്മാർക്ക് വീടില്ല, അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വേദനയൊന്നും മനസ്സിലാക്കാൻ ഒരു ജനപ്രതിനിധികളും തയ്യാറാകുന്നില്ല. കൃത്യമായി ഇതിനുള്ള നടപടികൾ കൃത്യമായി ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ധർണയ്ക്ക് എല്ലാവിധമായ പിന്തുണയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.